നമസ്കാരം. അങ്ങനെ യുദ്ധം തീരാൻ പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ട്രംപ് ഇറാനെ വിജയിപ്പിക്കാൻ പോവുകയാണ്. ഞാൻ മുമ്പ് പലവട്ടം എൻ്റെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, ഡൊണാൾഡ് ട്രംപ് ഇറാനെ സഹായിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് വളരെ വലിയ പരിമിതികളുണ്ട്. ആ പരിമിതികളെ വിദഗ്ധമായിട്ട് മറികടന്നുകൊണ്ടാണ് അദ്ദേഹം ആ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നതെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. ട്രംപ് പുറമേ പറയുന്നതല്ല, ഉള്ളിലുള്ള ട്രംപ്. അദ്ദേഹത്തിന് ചില വലിയ ലക്ഷ്യങ്ങളുണ്ട്. അതേക്കുറിച്ച് ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ യുദ്ധം നിൽക്കാൻ പോകുന്നതിൻ്റെ സൂചനയായിട്ട് വരുന്ന വാർത്തകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്കത് വ്യക്തമാകും. ഇപ്പോൾ അമേരിക്ക ഇറാനുമായിട്ട് അടുത്ത ചർച്ച നടത്താൻ പോവുകയാണ്. ഒരു ചർച്ച അവർ പാകിസ്ഥാനിൽ വെച്ച് നടത്തി. അത് ഫലവത്തായില്ല. അത് എന്തുകൊണ്ട് ഫലവത്തായില്ല എന്ന് അമേരിക്ക തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്ക ഈ രണ്ടാമത്തെ ചർച്ചയ്ക്ക് രണ്ട് നിബന്ധനകളാണ് മുമ്പോട്ട് വച്ചിരിക്കുന്നത്. അതിലൊന്നാമത്തേത്, ഇറാൻ ഹോർമൂസ് പൂർണ്ണമായിട്ടും തുറക്കണം. രണ്ടാമത്തേത്, ചർച്ചയ്ക്ക് വരുന്ന പ്രതിനിധികൾക്ക് തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ടായിരിക്കും. അമേരിക്ക പറഞ്ഞത്, ആദ്യത്തെ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടെ വന്ന് ചർച്ച ചെയ്ത ആൾക്കാർക്ക് സ്വയം തീരുമാനമെടുക്കാൻ പറ്റില്ലായിരുന്നു. അവർക്ക് ഇറാനിൽ പോയിട്ട് അവിടെ ചില നേതാക്കളുമായിട്ട് സംസാരിച്ച് സുപ്രീം ലീഡറുടെ അനുമതിയൊക്കെ കിട്ടണമായിരുന്നു. എന്നാൽ ആ ഒരു സാഹചര്യം ഈ സമയത്ത് പാടില്ല. വരുന്നവർക്ക് അമേരിക്കയുടെ കണ്ടീഷൻസ് അംഗീകരിക്കാനുള്ള അധികാരം കൊടുക്കണം. അതെന്തൊക്കെയാണെന്നുള്ളത് അവർ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വരുന്ന ടീമിന് അക്കാര്യങ്ങളിൽ ഉള്ള ഉറപ്പായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അധികാരപത്രവുമായിട്ട് തന്നെ വരാൻ സാധിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലാണ് അമേരിക്ക മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. മറ്റൊന്ന് നമുക്കറിയാം, നേരത്തെ തന്നെയുള്ള വിഷയമാണ്, ഇറാൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ ഈ യുദ്ധം ഈ ചർച്ചകളിലൂടെ ഇപ്പോൾ അവസാനിക്കാൻ പോവുകയാണെങ്കിൽ ആരാണ് ഈ യുദ്ധത്തിൽ വിജയിച്ചതെന്ന ചോദ്യമേ ഉദിക്കുന്നില്ല. കാരണം ഉത്തരം എല്ലാവർക്കും അറിയാം, അത് 100% ഇറാൻ തന്നെയാണ്. അതിൻ്റെ ഒന്നാമത്തെ പ്രധാന കാരണം, ഇറാൻ അവരുടെ നിലപാടിൽ അന്നും ഇന്നും ഒരേപോലെ തന്നെ ഉറച്ചു നിൽക്കുന്നു. രണ്ടാമത്, ഇറാൻ യുദ്ധം ചെയ്തത് ഏതെങ്കിലും ഒരു ചെറിയ രാജ്യത്തോടല്ല. നമ്മുടെ ഏറ്റവും വലിയ ശത്രു പാകിസ്ഥാനാണെങ്കിൽ ഇറാൻ്റെ ഏറ്റവും വലിയ ശത്രു അമേരിക്കയാണ്. ലോകത്തിലെ 1-ാം നമ്പർ സൈന്യശക്തി. അവരുമായിട്ട് മാത്രമല്ല, അവരും ഇസ്രായേലും ചേർന്നാണ് ഇറാനെ ആക്രമിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു യുദ്ധത്തിൽ തകരാതെ പിടിച്ചു നിൽക്കാൻ സാധിച്ചാൽ തന്നെ അത് വലിയ വിജയമാണ്. എന്നാൽ ഇറാൻ തകരാതെ പിടിച്ചു നിൽക്കുക മാത്രമല്ല ചെയ്തത്, അവർ ശക്തമായിട്ട് തിരിച്ചടിച്ച് എതിരാളികൾക്ക് കനത്ത പ്രഹരം ഏൽപ്പിച്ചു എന്നത് നമ്മൾ കണ്ടതാണ്. മൂന്നാമത്, നമ്മൾ ഈ യുദ്ധം എടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ അമേരിക്ക മുമ്പോട്ട് വെച്ചിരിക്കുന്ന ആ പ്രധാനപ്പെട്ട ആവശ്യം എടുത്താൽ, പ്രധാനപ്പെട്ട രണ്ട് ആവശ്യങ്ങളിൽ ഒന്നാമത്തേത് ന്യൂക്ലിയർ. ഇറാൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ പാടില്ല എന്ന ഒരു ഫത്വ അവരുടെ മുൻ സുപ്രീം ലീഡറായിട്ടുള്ള ആയത്തുള്ള അലി ഖമനി പുറപ്പെടുവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാൻ ഒരിക്കലും ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കില്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇറാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളതുമാണ്, ഞങ്ങൾ ഒരിക്കലും ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങളുടെ ലക്ഷ്യമേ അതല്ല. അപ്പോൾ ഈ സമയത്തും അതൊരു ചർച്ചാ വിഷയമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇറാൻ പറയുകയാണ്, ഞങ്ങൾ അക്കാര്യത്തിൽ ഉറപ്പ് തരാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ കുറേ വർഷത്തേക്ക് യുറാനിയം സമ്പുഷ്ടീകരിക്കാതെ ഇരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും തരത്തിൽ ഇറാൻ അവിടെ ഒരു കോംപ്രമൈസ് ചെയ്താൽ പോലും അതൊരിക്കലും ഇറാൻ്റെ കീഴടങ്ങലോ പരാജയമോ അല്ല. കാരണം മുമ്പ് തന്നെ ഇറാൻ്റെ നിലപാട് അതായിരുന്നു. എന്നാൽ ഇറാൻ യുറാനിയം സമ്പുഷ്ടീകരിക്കുന്നതിൽ നിന്നും പിന്മാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഥവാ അവർ ഇപ്പോഴത്തെ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി 5-10 വർഷത്തേക്ക് ഞങ്ങൾ യുറാനിയം സമ്പുഷ്ടീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും അവരെ സംബന്ധിച്ചൊരു കുഴപ്പമില്ല. കാരണം അവർ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൂടാതെ അവർക്ക് യുറാനിയം സമ്പുഷ്ടീകരിച്ച് പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും നേടാനുമില്ല. പിന്നെ ഏറ്റവും ഒടുവിലത്തെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ആദ്യത്തെ ന്യൂക്ലിയർ ആണെങ്കിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ള ഹോർമൂസ് വളരെ വലിയൊരു കോമഡിയാണ്. ശരിക്കും ഇത് ട്രംപിൻ്റെ ഐഡിയ ആണോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം ഇറാനെ കൊണ്ട് ഹോർമൂസ് അടപ്പിച്ചത് ഒരുപക്ഷെ ട്രംപ് ആയിരിക്കാം. കാരണം ഹോർമൂസ് അടയ്ക്കുന്നത് വരെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം വെറും പ്രാദേശികമായിരുന്നു. പക്ഷേ ഹോർമൂസ് അടച്ചതോടെ അത് ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് മാറി. നമ്മുടെ രാജ്യം ബാധിക്കപ്പെട്ടിരിക്കുകയാണ്, പാകിസ്ഥാൻ ബാധിക്കപ്പെട്ടിരിക്കുകയാണ്, അമേരിക്ക ബാധിക്കപ്പെട്ടിരിക്കുകയാണ്, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും, ഓസ്ട്രേലിയ വരെ ബാധിക്കപ്പെട്ടിരിക്കുകയാണ് ഹോർമൂസ് അടച്ചപ്പോൾ. അപ്പോൾ ഈ ഹോർമൂസ് അടച്ചിട്ട് കഴിഞ്ഞാൽ ആ ഹോർമൂസ് വീണ്ടും തുറക്കുന്നത് തന്നെ വളരെ വലിയ ഒരു വിഷയമായിട്ട് മാറും എന്ന് ട്രംപിന് അറിയാമായിരുന്നത് കൊണ്ട് ട്രംപ് തന്നെ പറഞ്ഞിട്ട് ഇറാൻ അത് ചെയ്തതാണെന്നാണ് എൻ്റെ ധാരണ. അതുകൂടാതെ ഇപ്പോൾ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം, ഇറാനിലേക്ക് വരികയും പോവുകയും ചെയ്യുന്ന കപ്പലുകളെയും അമേരിക്കൻ നേവി തടയുകയാണ്.
ഒരു കപ്പൽ പോലും ഇറാനിലേക്കോ ഇറാനിന് പുറത്തേക്കോ അവർ വിടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു കടൽ നിയന്ത്രണം, ഓയിലിൻ്റെ സഞ്ചാര നിയന്ത്രണം അല്ലെങ്കിൽ കപ്പൽ ഗതാഗത നിയന്ത്രണം ഇറാനും അമേരിക്കയും ചേർന്ന് ഇത്തരത്തിൽ നടപ്പിലാക്കുമ്പോൾ അത് ലോകത്തെ കൂടുതൽ വലിയ ദുരിതത്തിലേക്ക് തള്ളിവിടും. ഇന്ധനവില കൂടുക മാത്രമല്ല, ക്ഷാമമുണ്ടാകും, എനർജി പ്രശ്നങ്ങളുണ്ടാകും, ഒരുപാട് ഇഷ്യൂസ് അതുമൂലം ഉണ്ടാകും. ഇപ്പോൾ തന്നെ നമ്മൾ അനുഭവിച്ച് തുടങ്ങിയിരിക്കുകയാണ്. അത് രൂക്ഷമായി കഴിഞ്ഞാൽ എന്താകുമെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇറാൻ അമേരിക്കൻ യുദ്ധം ഇപ്പോൾ ലോകത്തെ മൊത്തം ബാധിക്കുന്ന ഒരു യുദ്ധമാക്കി ട്രംപ് മാറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ട്രംപിന് ഇറാന്റെ മേലുള്ള ഉപരോധം നീക്കണമെന്ന് തുടക്കം മുതൽ തന്നെ ആഗ്രഹമുണ്ട്. അദ്ദേഹം തുടക്കത്തിൽ അവരുമായിട്ട് അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം ചർച്ച ആരംഭിച്ചപ്പോൾ ആ ചർച്ച അലസിപ്പിരിയാൻ കാരണമായത് ഇസ്രായേലിൻ്റെ ആക്രമണമാണ്. രണ്ടാമത് വീണ്ടും അതേപോലെ ട്രംപ് തന്നെ മുൻകൈയെടുത്ത് ചർച്ചകൾ നടത്തിയപ്പോൾ ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തി. ആ യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ട്രംപ് വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറായി എന്ന് പറയുമ്പോൾ, ട്രംപ് വീണ്ടും ഇറാനുമായിട്ട് മുഖാമുഖം ചർച്ചയ്ക്ക് തയ്യാറായെന്ന് പറയുമ്പോൾ, ഇതുവരെയും അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് മുഖാമുഖമായിരുന്നില്ല, അത് ഏതെങ്കിലുമൊക്കെ മീഡിയേറ്റേഴ്സ് വഴിയായിരുന്നു. എന്നാൽ ഇപ്പോൾ അമേരിക്ക നേരിട്ട് തന്നെ ഇറാനുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സംസാരിച്ച് ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് വരുമ്പോൾ ഇപ്പോൾ ലോകത്തിൻ്റെ മുമ്പിലുള്ള പ്രശ്നമായിട്ട്, യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ മുമ്പിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഹോർമൂസാണ്. മുമ്പുണ്ടായിരുന്നില്ല അത്. അതായത് അമേരിക്ക ഇറാനുമായിട്ട് യുദ്ധം തുടങ്ങുമ്പോൾ ഹോർമൂസ് തുറന്നു കിടക്കുകയാണ്. ഇറാൻ അവിടെ ഒന്നും കൺട്രോൾ ചെയ്തിരുന്നില്ല, കപ്പലുകൾക്ക് സുഗമമായിട്ട് പോകാമായിരുന്നു. അപ്പോൾ മുമ്പ് എങ്ങനെയായിരുന്നു സാഹചര്യം, ആ സാഹചര്യം മാത്രമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക ആവശ്യപ്പെടുന്നത്, അല്ലാതെ പുതിയ കാര്യമൊന്നുമല്ല. മുമ്പുണ്ടായിരുന്നത് ആ സാഹചര്യത്തിലേക്ക് ഹോർമൂസിനെ വിടുക. അപ്പോൾ ഇറാൻ അങ്ങനെ ഒരു കാര്യത്തിന് സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ അക്കാര്യത്തിൽ അവർ കടുംപിടുത്തം പിടിക്കുകയും അവസാനം അമേരിക്ക അവരെ നിർബന്ധിച്ച് അവരെ കൊണ്ട് സമ്മതിപ്പിച്ചു എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുമ്പോൾ അത് അമേരിക്കയുടെ വിജയമായിട്ട് അമേരിക്കയ്ക്ക് പറയാൻ സാധിക്കും. മറിച്ച് ഇറാനെ സംബന്ധിച്ച് അവരുടെ തോൽവിയേ അല്ല. കാരണം മുമ്പ് ഹോർമൂസ് തുറന്നു കിടക്കുകയായിരുന്നു. ഇപ്പോൾ അവർ പക്ഷേ ഹോർമൂസ് തുറക്കാമെന്ന് സമ്മതിക്കുന്നുണ്ടെങ്കിൽ അവർ മുമ്പോട്ട് വെച്ചിട്ടുള്ള മറ്റ് സകല നിബന്ധനകളും അമേരിക്ക അംഗീകരിച്ചെങ്കിൽ മാത്രമേ ചെയ്യൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാന്റെ മേലുള്ള ഉപരോധം നീക്കണമെന്നതാണ്. ബാക്കി കാര്യങ്ങളൊക്കെ സെക്കൻഡറിയാണ്. അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം ഉപരോധം നീങ്ങുക. അമേരിക്ക ഉപരോധം നീക്കിക്കഴിഞ്ഞാൽ ഇറാൻ വളരെ വേഗം തന്നെ അവർക്കുണ്ടായിട്ടുള്ള എല്ലാ നഷ്ടങ്ങളും നികത്താനും അവർക്ക് വളരെ വലിയ ഒരു സമ്പന്ന രാജ്യമായിട്ട് മാറാനും സാധിക്കും. ഈ കാണുന്ന ഗൾഫ് രാജ്യങ്ങളെ ഒക്കെ കടത്തിവെട്ടുന്ന മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും കരുത്തുറ്റ, ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു സാമ്പത്തിക ശക്തിയായിട്ടും സൈനിക ശക്തിയായിട്ടും മാറാൻ ഇറാന് സാധിക്കും. അപ്പോൾ ഇറാൻ ആഗ്രഹിക്കുന്നത് അതാണ്. ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്ന ഹോർമൂസ് തുറന്നു കൊടുത്താൽ അമേരിക്കൻ പ്രസിഡന്റ് പറയുകയാണ് ഞങ്ങൾ നിങ്ങളുടെ ഉപരോധം നീക്കാം എന്ന ഒരു ഓഫർ അവിടെ വെച്ചാൽ ഡെഫിനറ്റായിട്ടും അത് ഇറാൻ്റെ ഏറ്റവും വലിയ വിജയമായിരിക്കും. കാര്യം എന്താണ്, യുദ്ധം തുടങ്ങുമ്പോൾ ഹോർമൂസ് തുറന്നു കിടക്കുകയായിരുന്നു. ട്രംപിന് ഇറാൻ്റെ മേലുള്ള ഉപരോധം നീക്കാൻ എന്തുകൊണ്ട് ആഗ്രഹമുണ്ട് എന്ന് നമ്മുടെ നാട്ടിൽ പലരും ചോദിക്കും. ഞാനത് മുൻപ് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഒരു വില്ലനാക്കി നിലനിർത്തിയിരിക്കുന്നത് അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ വളർത്തി അതിനെ വിപുലമാക്കി ഗൾഫ് രാജ്യങ്ങളെയും ഇറാനെയും എല്ലാം ഉൾപ്പെടുത്തുന്ന ഒരു ഗ്രേറ്റർ ഇസ്രായേൽ പ്രൊജക്റ്റ് അവർക്കുണ്ട്. ആ പ്രൊജക്റ്റ് അവർ നടപ്പിലാക്കാൻ പോകുന്നത് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. അത് നടപ്പിലാകരുതെന്നും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എന്ന് നമ്മളറിയുന്ന അല്ലെങ്കിൽ ഇല്യൂമിനാറ്റീസ് എന്ന് വിളിക്കുന്ന അവരുടെ കരുത്ത് തകർക്കണമെന്നും ട്രംപിന് ആഗ്രഹമുണ്ട്. എന്നാൽ അവരുടെ നിയന്ത്രണത്തിലാണ് അമേരിക്ക സത്യം പറഞ്ഞാൽ അന്നും ഇന്നും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവരുടെ നിയന്ത്രണത്തിലാണ് തങ്ങൾ എന്നുള്ളത് അമേരിക്കയിലെ തന്നെ എല്ലാ ആൾക്കാർക്കും എന്ന് പറഞ്ഞുകൂടാ, ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ അറിയാം. അപ്പോൾ അവർ ഏതെല്ലാം തരത്തിലാണ് ഈ ലോകത്തെ തങ്ങളുടെ പരിധിയിൽ നിർത്തിയിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ട്രംപ് അവർക്ക് ശക്തമായിട്ടുള്ള ഒരു പ്രഹരം മിഡിൽ ഈസ്റ്റിൽ കൊടുക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇറാനുമായിട്ടുള്ള ഈ യുദ്ധത്തിൽ ഏർപ്പെട്ടത്. അവസാനം യുദ്ധം ഈ ഒരു നിലയിൽ എത്തി നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇറാൻ്റെ കോർട്ടിലാണ് ബോൾ കിടക്കുന്നത്. ഇറാനാണ് തീരുമാനിക്കുന്നത്. ഇറാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ന് ലോകം തന്നെ നിശ്ചലമായിട്ട് മാറും എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ട്രംപ് തന്നെയാണ് എത്തിച്ചത്. ഇറാൻ അവിടെ ഹോർമൂസ് ബ്ലോക്ക് ചെയ്തപ്പോൾ അതിനെ കുറെ കൂടി ശക്തിപ്പെടുത്താനായിട്ടാണ് ട്രംപ് ഇപ്പുറത്ത് ഇറാൻ്റെ കപ്പലുകളെ ബ്ലോക്ക് ചെയ്യാനായിട്ട് നീവിട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും അതിൻ്റെ ഇഫക്റ്റിൽ വരും. ലോകം മുഴുവനും ഇത് അവരുടെ ഒരു പ്രശ്നമായിട്ട് കാണും. അങ്ങനെ ലോകം മുഴുവനും ഹോർമൂസ് തുറക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണെന്ന് പറയുകയും ആ ഒരു സാഹചര്യത്തിൽ ഇറാൻ അതിന് സമ്മതിക്കുകയും ഇറാൻ മുമ്പോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങളെല്ലാം ട്രംപ് അംഗീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ യുദ്ധത്തിൽ 100% വിജയിക്കുന്നത് ഇറാനാണെങ്കിലും ട്രംപിന് അതൊരു വിൻ വിൻ സിറ്റുവേഷനാക്കി അല്ലെങ്കിൽ അമേരിക്കയുടെ വിജയമാക്കി പറയാനും പറ്റും.
ട്രംപിൻ്റെ രണ്ടുണ്ട് ലക്ഷ്യം. ഒന്ന് ഇറാൻ്റെ ഉപരോധം തീർക്കണം, എന്നാൽ അമേരിക്ക അവിടെ ചെന്നിട്ട് തോറ്റ് പിന്മാറി എന്നാലും പറയാനും പാടില്ല. എന്നാൽ അമേരിക്ക തോൽക്കാതെ ഇറാൻ വിജയിക്കുകയില്ല എന്നുള്ളതും ട്രംപിനറിയാം. എന്നാൽ അമേരിക്ക അങ്ങനെ തോൽക്കാനും പാടില്ല, ഇറാൻ വിജയിക്കുകയും വേണം, ഇറാൻ്റെ മേലുള്ള ഉപരോധം നീക്കുകയും വേണം. അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ പറ്റൂ എന്ന് ട്രംപിനറിയാവുന്നതുകൊണ്ട് ഇറാൻ്റെ ഹോർമോസിൻ്റെ മേലുള്ള നിയന്ത്രണം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മണ്ടയിലുദിച്ച ആശയം തന്നെയാണ് എന്നും അവിടെ ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്താതെ ട്രംപ് മാറി എന്നത് പോലും ഇറാനെ സഹായിക്കാൻ വേണ്ടി തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ട്രംപ് ഇറാനുമായിട്ട് ചർച്ച നടത്താൻ മനസ്സ് കാണിച്ചിട്ടുള്ള ഒരു പ്രസിഡന്റ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇറാനെ ഹെൽപ്പ് ചെയ്യുക എന്നത് തന്നെയാണ്. പക്ഷേ അമേരിക്കയിൽ നിലനിൽക്കുന്ന ചില സാഹചര്യങ്ങൾ മൂലം അദ്ദേഹത്തിന് അത് ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല. അതിന് പറ്റിയ ഒരു സാഹചര്യം ഒരുക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സാധിക്കും എന്നറിയാം. ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു കൃത്യമായ സാഹചര്യത്തിൽ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഹോർമോസ് തുറന്നു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ അംഗീകരിക്കാം എന്നൊരു തലത്തിലേക്ക് ട്രംപ് കാര്യങ്ങൾ എത്തിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി കാത്തിരുന്ന് കാണാം. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ യുദ്ധം തീരും. തീർച്ചയായിട്ടും ഇറാൻ്റെ ഇമേജ് യുദ്ധത്തിന് മുമ്പുണ്ടായിരുന്ന എന്താണോ അതിൽ നിന്നും 10 മടങ്ങ് മാറിക്കഴിഞ്ഞു. ഇന്ന് ഇറാൻ ഒരു സൂപ്പർ ഹീറോ രാജ്യമായിട്ടാണ് ലോക രാജ്യങ്ങളുടെ നടുവിൽ തലയെടുപ്പോടെ നിൽക്കുന്നത്. താങ്ക് യു.